എല്ലാവർക്കും നമസ്കാരം. റാങ്കൂർ ന്യൂസ് 24/7 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാകിസ്ഥാനിലെ രാഷ്ട്രീയം വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു തന്നെ പോവുകയാണ്. അവിടെ ഒരിക്കലും അതൊന്നും നേരെയായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു വാർത്ത, ബലൂചിസ്ഥാൻ തീവ്രവാദികൾ ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തെന്നും 450ഓളം പേരെ ബന്ദികളാക്കിയെന്നുമാണ് ഇന്നലെ രാത്രി ഉണ്ടായ വാർത്ത. അതിലിപ്പോൾ പാകിസ്ഥാൻ പട്ടാളം മറുപടി ആക്രമണത്തിലൂടെ 204 പേരെ മോചിപ്പിച്ചുവെന്നും 13ഓളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. എന്നാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വക്താവ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. 104 പേരെ മോചിപ്പിച്ചു എന്നുള്ളതല്ല, ലിബറേഷൻ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. പാക് ജയിലിൽ കിടക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകരെ 48 മണിക്കൂറിനകം മോചിപ്പിക്കണമെന്നുള്ള അന്ത്യശാസനം അവർ നൽകിയിട്ടുണ്ട്. അവരുടൻ തന്നെ 10 തീവ്രവാദികളെ വധിക്കുമെന്നും അവരുടൻ തന്നെ 10 ബന്ദികളെ വധിക്കുമെന്നും ഈ 48 മണിക്കൂർ സമയം കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറിലും 5 ബന്ദികളെ വീതം വധിക്കുമെന്നുമാണ് ഇപ്പോഴവർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരുണത്തിൽ നമുക്ക് എന്താണ് ബലൂചിസ്ഥാൻ വിഷയം എന്നത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്താണ് അവരുടെ ആവശ്യം? അതോ ഇസ്രായേലിലും മറ്റു ഹമാസ് നടത്തുന്നത് പോലെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം തീവ്രവാദം ഒരു ബിസിനസ് ആക്കി എടുത്തിരിക്കുന്ന ഹമാസിനെ പോലുള്ളവർ ചെയ്യുന്നതാണോ? ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പാകിസ്ഥാൻ അതിന് ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ഭൂപ്രദേശത്തിന്റെ 44% വരും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ. ധാതു സമ്പത്തിനാലും പെട്രോളിയത്തിനാലും അതിസമ്പന്നമാണ് ബലൂചിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു ആധുനിക നഗര സ്വർഗമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക്, ഏറ്റവും ഉയർന്ന ദാരിദ്ര്യ നിരക്ക്, ഏറ്റവും ഉയർന്ന ശിശു മരണ നിരക്ക്, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ എത്തി നോക്കിയിട്ടില്ല. ഇതൊക്കെയാണ് ബലൂചിസ്ഥാന്റെ പ്രത്യേകതകൾ. ഇതിൽ വല്ലാത്തൊരു വൈരുദ്ധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ മാത്രമല്ല പടർന്നു കിടക്കുന്നത്. ഇറാനിയൻ പീഠഭൂമിയുടെ കിഴക്കേ അറ്റം വരുന്ന ഒരു ഭാഗമാണ് ഇറാനിയൻ ബലൂചിസ്ഥാൻ, സിസ്റ്റൻ ബലൂചിസ്ഥാൻ എന്ന് പറയും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പടർന്നു കിടപ്പുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ നിമ്രു, കാണ്ടഹാർ, ഹൽമണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്നുണ്ട് അഫ്ഗാൻ ബലൂചിസ്ഥാൻ. പക്ഷെ ഇവിടങ്ങളിലൊന്നും ബലൂചിസ്ഥാൻ വലിയ വികസനമൊന്നുമില്ല. അഫ്ഗാന്റെ വികസനത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറാൻ ഭാഗത്തുള്ള സിസ്റ്റൻ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം അതും ഒട്ടും വികസിതമല്ല. അവിടുത്തെ പ്രശ്നം മതമാണ്. ബലൂചിസ്ഥാൻ സാംസ്കാരികത വേറെന്ന് അവർ സുന്നി മുസ്ലിങ്ങളാണ്. ഇറാൻ ഒരു ഷിയ രാജ്യമായതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിങ്ങളെ അവഗണിച്ചിട്ടിരിക്കുന്നു. അവിടെയും വികസനം പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. യാതൊന്നും എത്തി നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമോചനത്തിനായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ അവിടെയുണ്ട്. അപ്പോൾ ഇറാനിലെയും പാകിസ്ഥാനിലെയും ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ തമ്മിൽ പരസ്പരം ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇവിടെ പതിവാണ്. എന്താണ് ബലൂചിസ്ഥാന്റെ ഒരു ചരിത്രം? 1947 ഇന്ത്യ സ്വതന്ത്രമായതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടിയവരാണ് ഈ ബലൂചിസ്ഥാൻ പ്രദേശവും. അപ്പോൾ ഇറാനുമായിട്ട് ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനും പാകിസ്ഥാനൊക്കെ ആയിട്ടുള്ള നിയന്ത്രണ രേഖ വരച്ചിരിക്കുന്നത്. ഈ നിയന്ത്രണ രേഖ അഫ്ഗാൻ അംഗീകരിച്ചിട്ടില്ല. അഫ്ഗാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ താലിബാൻ അത് അങ്ങേയറ്റം നിരസിച്ചിരിക്കുകയാണ്. ഇപ്പൊ താലിബാൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കടത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ നിലവിലുള്ള ബലൂചിസ്ഥാൻ പ്രദേശവും അതിനോട് ചേർന്നുള്ള നാട്ടുരാജ്യങ്ങൾക്കെല്ലാം സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്നുള്ളൊരു പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം ഇന്ത്യയോട് ചേരാനായിരുന്നു. പക്ഷെ ഉടമ്പടികളിലേക്ക് അടിസ്ഥാനത്തിൽ അത് പാകിസ്ഥാന് വിട്ടു നൽകി. പാകിസ്ഥാനിൽ ചേരാൻ അവർ വിസമ്മതിച്ചപ്പോൾ ബലപ്രയോഗത്തിലൂടെ പാകിസ്ഥാനിലേക്ക് ചേർക്കുകയുമായിരുന്നു. അതിനെ തുടർന്ന് 1977 വരെ കടുത്ത സംഘർഷ മേഖലയായിരുന്നു അവിടെ. സ്ഥിരമായ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ നിരന്തര സംഘർഷ മേഖലയായിരുന്നു. തുടർന്ന് 1977 ശേഷം സ്ഥിതിഗതികൾ കുറേയൊക്കെ ശാന്തമായി. കുറേയൊക്കെ ശാന്തമായ അടിസ്ഥാനപരമായ കാര്യം അമേരിക്കയുടെ സഹായമാണ്. പാകിസ്ഥാന് സാമ്പത്തികവും ആയുധവും നിർലോഭം കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ബലൂചിസ്ഥാനെ പിടിച്ചു നിർത്താൻ തീവ്രവാദികൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിമത ശബ്ദത്തെ പിടിച്ചു നിർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നു. 1999 പർവേസ് മുഷറഫ് പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതോടെ
ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക്, വിജനമായി കിടക്കുക എന്ന് വെച്ചാൽ അവിടെ ഏറിയ ഭാഗവും വിജനമായി കിടക്കുന്ന ഭാഗമാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ, ജനസംഖ്യ തീരക്കുറവുമാണ്. അങ്ങോട്ടേക്ക് പാക് കന്റോൺമെന്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെതിരെ ബലൂച്ച് ജനതയുടെ വികാരം ഉണർന്നു. കാരണം അടിസ്ഥാന വികസന സൗകര്യങ്ങളൊന്നും തരുന്നില്ല, പക്ഷെ ഞങ്ങളെ ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നവാബായിരുന്ന അക്ബർ ഖാൻ ബുഗ്നി ആ പ്രദേശത്തെ പ്രകൃതി സമ്പത്തിന്റെ മേലൊരു നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് മുഷറഫിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ മുഷറഫ് അത് നിരസിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പർവേസ് മുഷറഫിനെതിരെ കൊലപാതക ശ്രമങ്ങൾ നടന്നു. ഇങ്ങനെയൊക്കെ പോകെ അവിടെ തീവ്രവാദ സംഘടന ഉദയം ചെയ്യുകയാണ്. പ്രധാനമായും 3 സ്വാതന്ത്ര്യാഭിവാഞ്ചിയുള്ള തീവ്രവാദ സംഘടനകളാണ് അവിടെ രൂപമെടുത്തത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എന്നിവയാണ് പ്രധാനപ്പെട്ട 3 സംഘടനകൾ. പിന്നെ ചെറിയ ചെറിയ സംഘടനകളൊക്കെ വേറെയുണ്ട്. ഇന്നലെ പറഞ്ഞ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇന്നലെ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് കൈവശം വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി ഏതാണ്ട് കഴിഞ്ഞ വർഷം പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ നടത്തിയത് ഏതാണ്ട് 938ഓളം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ 2000ഓളം പേർ കൊല്ലപ്പെടുകയും 650ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ചൈനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത് എന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടാവാം. ഈ ചൈനയുടെ ഒരു നയമുണ്ട്, ദുർബലരായവരെ സാമ്പത്തികം കൊടുത്ത് കൈവശപ്പെടുത്തി അത് പിന്നെ തിരിച്ചടയ്ക്കാൻ വയ്യാതാവുമ്പോൾ അവരുടെ നിയന്ത്രണാധികാരങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ശ്രീലങ്കയിലും മാലിയിലൊക്കെ പ്രയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഈ ബലൂചിസ്ഥാൻ അടിസ്ഥാന വികസന സൗകര്യങ്ങളും അവിടുത്തെ പ്രധാന തുറമുഖമായ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനവും നടത്തിപ്പും എല്ലാം എന്ത് ചെയ്തു? പാകിസ്ഥാൻ ചൈനയ്ക്ക് അടിയറ വെച്ചു. ഇതും ബലൂചിസ്ഥാൻ തീവ്രവാദികളുടെ രോഷം ശക്തമാക്കാൻ ഇടയാക്കി. ചൈന അവിടുത്തെ ധാതുസമ്പത്ത് വളരെ ശക്തമായ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഗ്വാദർ തുറമുഖമൊക്കെ വിപുലപ്പെടുത്തി എന്ന് വച്ചാലും വലിയ കാര്യമായ ചരക്ക് നീക്കങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം തുടർച്ചയായ ആക്രമണങ്ങൾ ചൈനയ്ക്കെതിരെ, ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, ജീവനക്കാർക്കെതിരെ ഒക്കെ അവിടെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് രസകരമായ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 40% ഓഹരി ചൈനീസ് കമ്പനികളുടെ ഒരു കൺസോർഷ്യം നേടിയെടുത്തു എന്നുള്ളതാണ്. അതൊക്കെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴേക്കും പാക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഇവർക്ക് തോന്നി ഇവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. സ്വതന്ത്ര രാഷ്ട്രവാദമാണ് ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ ഉയർത്തുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ നടക്കുന്ന ഒരു നീക്കമുണ്ടായി. ഈ മേൽപ്പറഞ്ഞ ശക്തരായ 3 തീവ്രവാദ സംഘടനകൾ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി, ഇവരെല്ലാം ചേർന്ന് ഒരു സംയുക്ത സംഘടനയായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവർക്കിനി ഒരാർമി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ നേതൃത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗറില്ല രീതിയിലുള്ള ഒളിപ്പോരുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പാക് ചാരസംഘടനയിൽ ശക്തമായി നുഴഞ്ഞു കയറുന്നതിനും അതുകൂടാതെ ആക്രമണങ്ങൾക്ക് കൃത്യത വരുത്തുന്നതിനും കൂടുതൽ കൃത്യതയോടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ അവർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു പരിണതഫലം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ട്രെയിൻ ഹൈജാക്കിംഗ് എന്ന് പറയാതെ വയ്യ. ഇതിനെല്ലാം പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് പരിശീലനവും പണവും ആയുധങ്ങളും എല്ലാം നൽകി സഹായിക്കുന്ന ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിനൊന്നും ഇന്ത്യ നിഷേധിച്ചിട്ടില്ല. പാകിസ്ഥാൻ പാലും വെള്ളവും കൊടുത്ത് വളർത്തിയ തീവ്രവാദം അവരെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. താലിബാൻ അവർ വളർത്തിയെടുത്തു. ഇപ്പോൾ താലിബാൻ പാകിസ്ഥാനുള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് അഫ്ഗാൻ താലിബാനാണ്. അവർക്ക് വേണ്ട ആയുധങ്ങൾ സഹായങ്ങളെല്ലാം കൊടുക്കുന്നത് അഫ്ഗാൻ താലിബാനാണ്. ഇറാനിലെയും പാകിസ്ഥാനിലെയും ബലൂജ് സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ മറ്റ് ചെറിയ ഭീകര സംഘടനകളും എല്ലാം ചേർന്ന് ശക്തമായ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലാണെങ്കിൽ ഇപ്പോൾ കടുത്ത ദാരിദ്ര്യം കൊടുമ്പിടി കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ അനിശ്ചിതത്വം കൊടുമ്പിടി കൊണ്ടിരിക്കുന്നു. ഈ ബലൂജ് ജനത അധിനിവേശ കാശ്മീർ വഴിയുള്ള ഹൈവേ ഉപരോധിച്ചിരിക്കുന്നതിനാൽ ചൈനയിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണ ട്രക്കുകൾ അവിടെ ഹൈവേയിൽ നിരനിരയായി കിടക്കുകയാണ്. ഈ റംസാൻ കാലത്ത് പോലും പാകിസ്ഥാനിൽ ദാരിദ്ര്യം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശക്തമായ തീവ്രവാദി ആക്രമണങ്ങളും ഇന്നലത്തേതുപോലെയുള്ള ഈ സംഭവങ്ങളും അരങ്ങേറുന്നത്. സത്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഈ പാകിസ്ഥാൻ രൂപമെടുത്തത് ഒരു മതരാഷ്ട്രമായിട്ടാണ്. മതരാഷ്ട്രമായി രൂപമെടുത്തതിലല്ല പ്രശ്നം. വ്യത്യസ്ത സാംസ്കാരിക ജീവിത രീതി, സാംസ്കാരിക ശൈലിയും പിന്തുടരുന്ന ആൾക്കാരെ
മതം എന്ന ഒരു വസ്തുതയുടെ കീഴിൽ മാത്രം അണിനിരത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ജന്മമെടുക്കുന്നത്. സ്വതവേയുള്ള ഒരു സംസ്കാരമല്ല ഇവർക്ക് ആർക്കുമുള്ളത്. 100 പേർക്ക് 20 സംസ്കാരമെങ്കിലുമാണ് ഉള്ളത്. പക്ഷെ ഇവരെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം മതം മാത്രമാണ്. ആ ഒരു ഘടകം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഭിന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഐക്യരൂപ്യം ഉണ്ടാവുന്നതിന് പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അതിന്റെ പ്രതിഫലനമാണ് അവിടെ നടന്നപ്പോൾ ബംഗ്ലാദേശ് രൂപം കൊണ്ടു. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്നത് വിഘടനവാദമാണ്. ഇനിയിപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവാതെ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെട്ട് ബലൂചിസ്ഥാൻ രൂപീകരിക്കപ്പെടും. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിഭജനങ്ങൾ ജനങ്ങൾക്കിടയിലും രാഷ്ട്രത്തിനും എത്രത്തോളം വിഭജനമാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ ഇത് ഉദാഹരണമാക്കി എടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോഴുള്ള പ്രശ്നത്തിന് അടിസ്ഥാന കാരണങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ചുരുങ്ങിയ വാക്കുകൾ പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രാവൻകൂർ ന്യൂസിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.